തന്റെ അമ്മയുടെ മരണശേഷം അച്ഛന്റെ കൂടെ രണ്ടാനമ്മയുടെ അടുത്തേക്ക് താമസിക്കാൻ വരുന്ന മോഹിത്തോ എന്ന് പറയുന്ന ഒരു കുട്ടി. പിന്നീട് അവിടെ ഉണ്ടാവുന്ന ഒരു ചാരമുണ്ടി പക്ഷിയും ഈ കുട്ടിയായിട്ടുള്ള ഒരു ബന്ധം എന്താണ് എന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. മാജിക് ഉണ്ട്, കുറെ വേൾഡുകൾ ഉണ്ട്, അതിനിടയിൽ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ളതും വിചിത്രങ്ങളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന് യൂസ് ചെയ്തിട്ടുള്ള ആനിമേഷൻസ്, ഇതൊക്കെ വളരെ വെൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് പോയിട്ടുള്ളത്. ടോക്കിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗിൽബി എന്ന് പറയുന്ന ഒരു ആനിമേഷൻ സ്റ്റുഡിയോ ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ തന്നെ ഒരുപാട് സ്റ്റോറീസ് ബേസ്ഡ് മൂവീസും ഉണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജപ്പാനിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിട്ട് മോസ്റ്റ് എക്സ്പെൻസീവ് മൂവി കൂടിയാണത്. ആൻഡ് ഗിൽബി സ്റ്റുഡിയോസിന്റെ ആനിമേഷൻ മൂവികളിൽ വെച്ചിട്ട് ഐമാക്സ് ഫോർമാറ്റ് ഉണ്ടായിരുന്ന ഒരേ ഒരു മൂവി കൂടിയായിരുന്നു അത്. ആൻഡ് ഈ സിനിമയുടെ റിലീസിന്റെ സമയത്ത് ഏറ്റവും വളരെ യുണീക്ക് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ മറ്റൊരു തരത്തിലുള്ള സംഭവങ്ങളും പുറത്തു വിടാതെ ആകെ ഈ സിനിമയുടെ ഒരു പോസ്റ്റർ മാത്രമായിരുന്നു ഈ സിനിമയുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ക്രിയേറ്റേഴ്സ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. വേറെ ഒരു തരത്തിലുള്ള പ്രൊമോഷനോ